തലവയ്ക്കലെ തട്ടിപ്പാണ് എന്ന ഈ പരമ്പരയ്ക്ക് വലിയൊരു ഇമ്പാക്റ്റ് വന്നിരിക്കുന്നു. ഇവരെ തേടി അന്വേഷണ സംഘം രാജസ്ഥാനിലെ ജയ്പൂരിലെത്തി എന്ന വാർത്ത വരുന്നുണ്ട്. സൈബർ തട്ടിപ്പ് നടത്തുന്ന സ്ഥിരം പ്രതികളെ തേടിയാണ് അന്വേഷണ സംഘം ജയ്പൂരിലെത്തിയത്. ശ്യാംകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. ശ്യാം, യഥാർത്ഥത്തിൽ ഈ തട്ടിപ്പിൻ്റെ നാൾവഴി പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ ശൃംഖല ജയ്പൂരിലേക്ക് നീണ്ടുപോകുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മൾ പുറത്തുവിട്ട വിവരങ്ങൾ ആ ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള പല ബാങ്ക് അക്കൗണ്ടുകളുടെയും അവസാന ട്രാൻസാക്ഷനുകൾ ചെന്നെത്തിയിരിക്കുന്നത് ജയ്പൂരിലാണ് എന്നുള്ളത് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. കേരളത്തിൽ കഴിഞ്ഞിടെ നടന്ന പല തട്ടിപ്പുകൾ 4 കോടിയുടെയും 1 കോടിയുടെയും 55 ലക്ഷത്തിൻ്റെയും 75 ലക്ഷത്തിൻ്റെയും ഒക്കെ തട്ടിപ്പുകൾ പണം പലതവണ കൈമാറി എത്തിയതിൻ്റെ ഒരു പങ്ക് ജയ്പൂരിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു തലസ്ഥാനം എന്ന് പറയുന്നത് ജയ്പൂരാണ് എന്നുള്ളത് അന്വേഷണ സംഘങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ചിലരെ തേടി തന്നെയാണ് പോലീസ് സംഘം ഇത്തവണ ജയ്പൂരിൽ എത്തിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം കാക്കനാട് ഉണ്ടായ 4 കോടിയുടെ തട്ടിപ്പ്, അതിലെയാണ് പ്രധാന പ്രതി ജയ്പൂരിലുള്ളത് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അയാളെ തേടി തന്നെയാണ് അന്വേഷണ സംഘം അങ്ങോട്ട് എത്തിയിരിക്കുന്നത്. തുടർച്ചയായി 24 നൽകിയ ഓൺലൈൻ തട്ടിപ്പുകളുടെ രീതികളും ഓൺലൈൻ തട്ടിപ്പുകളിൽ പറ്റിക്കപ്പെട്ടവരെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളും ഒക്കെ പോലീസിനെ വളരെ വേഗത്തിൽ ഈ പ്രതികളിലേക്ക് എത്തുന്നതിന് സഹായിച്ചിട്ടുണ്ട്. ഏതായാലും അന്വേഷണ സംഘം അത്തരത്തിലൊരു പ്രതിയെ, കേരളത്തിൽ നിന്നുള്ള പണം തട്ടിക്കൊണ്ടുപോയ ഒരു വലിയ ഓൺലൈൻ തട്ടിപ്പുകാരനെ കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഏതായാലും അന്വേഷണ സംഘം ഇപ്പോൾ നിലവിൽ ജയ്പൂരിലാണ് ഉള്ളത്. ഓക്കെ ശ്യാംകുമാർ.